എല്ലാവർക്കും സ്വാഗതം. വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഈ ടെമ്പിൾ അല്ലെ, ഈ ബലറാം ടെമ്പിൾ. അതിലേക്ക് എന്നെ സ്വാഗതം ചെയ്തതിൽ വളരെ സന്തോഷം. എല്ലാവരെയും കാണാൻ പറ്റിയതിലും ജപത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതേ നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ എവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നോർമലി ഈ സുഭാഷിതം പരിപാടിയിൽ നമ്മൾ ജപത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പ്രഭു പറയുന്നത് കേട്ടു ജപത്തിനെ കുറിച്ച്. അപ്പോൾ ജപത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എങ്ങനെയാണ് നമ്മുടെ ജപം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികമായ നമ്മുടെ പാതയിൽ എങ്ങനെയാണ് ജപം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജപത്തിന്റെ ഒരു സയന്റിഫിക് സൈഡാണ്. എങ്ങനെയാണ് ജപം ശരിക്കും നമുക്ക് എഫക്റ്റീവ് ആവുന്നത്, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ശരീരത്തിനെയും തന്നെ എങ്ങനെയാണ് ബ്രെയിൻ ഈ ചാൻറ്റിങ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ജപത്തിന്റെ ഏറ്റവും ബേസിസ് എന്ന് പറഞ്ഞ സൗണ്ട് ആണല്ലോ, ശബ്ദമാണ് ഏറ്റവും സട്ടിൽ, ഏറ്റവും സൂക്ഷ്മമായ എന്താ പറയുന്നത്, പഞ്ചഭൂതങ്ങൾ ഏറ്റവും സൂക്ഷ്മമായത് ശബ്ദമാണ്, സൗണ്ടാണ്. ആ സൗണ്ടാണ് ഏറ്റവും നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് എന്താ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആക്ടിവേറ്റ് ആകുന്ന ഇന്ദ്രിയങ്ങളിൽ ഒന്ന് ഇയറാണ്, ചെവിയാണ്. അതുപോലെ തന്നെ അവസാനവും നമ്മുടെ ചെവി തന്നെയാണ് ഏറ്റവും അവസാനവും എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുവരെ ചെവി നമ്മുടെ തുടക്കം മുതൽ അവസാനം വരെയും നമ്മുടെ ചെവി, നമ്മുടെ ശബ്ദത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇന്ദ്രിയം, അത് ആക്റ്റീവ് ആയിരിക്കും. അപ്പോ ഈ സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സൗണ്ട് വൈബ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കംപ്ലീറ്റ് ലോകം തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സൗണ്ട് വൈബ്രേഷനിലാണെന്നാണ് പറയുന്നത്. കാരണം ഈ ലോകത്തിന്റെ ഒരു വൈബ്രേഷൻ എന്താണ്, ഒരു ഫ്രീക്വൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ മെറ്റീരിയൽ വേൾഡിന് ഒരു ഫ്രീക്വൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ആ മെറ്റീരിയൽ ഫ്രീക്വൻസി മറ്റുള്ള ജീവജാലങ്ങളുമായിട്ടുള്ള ഫ്രീക്വൻസിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ബയോളജിക്കൽ ഫാക്ടറാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓർഗൻസും നമ്മുടെ ബ്രെയിനും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നൗ ഇതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ ഇത് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് ഭാഗമാണ്, നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ആ ബ്രെയിനിൽ തന്നെ രണ്ട് മെയിൻ പാർട്സ് ഉണ്ട്, 3 പാർട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ 2 മെയിൻ പാർട്ട് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ, മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ റാഷണൽ ബ്രെയിൻ. ഇമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും കരയുകയും നമ്മൾക്ക് ദേഷ്യം വരികയും
അങ്ങനെയുള്ള ഇമോഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബ്രെയിൻ, ഒരു സെക്ഷൻ ഓഫ് ബ്രെയിൻ. ഇനി ഒരു സെക്ഷൻ ഓഫ് ബ്രെയിൻ ഉണ്ട്, അത് നമ്മുടെ റാഷണൽ ബ്രെയിൻ ആണ്. റാഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ്, നമ്മൾക്ക് ലോജിക്കലി ചിന്തിക്കാനുള്ള കഴിവ്, നമുക്ക് വിൽ പവർ ഉണ്ടാവുന്നത്, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻ, നമ്മുടെ എന്താ പറയുന്ന ആ, വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നില്ല. ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കരച്ചിലും ആ, ദേഷ്യവും ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇനി ഒരു സൈഡിൽ ബ്രെയിൻ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ ബ്രെയിൻ. ഈ രണ്ട് സൈഡിൽ ബ്രെയിനും ഒരു ഹെൽത്തി പേഴ്സൺ, ഒരു ഒരു പൂർണ്ണമായി കൺട്രോൾഡ് ഒരു 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 നോർമൽ ഹെൽത്തി പേഴ്സൺ, ഐഡിയലി പറഞ്ഞാൽ ഈ രണ്ട് സൈഡ് ഓഫ് ദി ബ്രെയിൻ ഷുഡ് വർക്ക് സിങ്ക്രണസ്ലി. രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. രണ്ടും ആവശ്യമുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഈ മോഡേൺ വേൾഡിൽ നമുക്ക് ഒരുപാട് സ്റ്റിമുലേഷൻസ് ഉണ്ടാവും. സ്റ്റിമുലേഷൻസ് പറഞ്ഞാൽ എന്താ? റൈറ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു ഈ ഉത്തേജനം. റൈറ്റ് വേർഡ് കിട്ടുന്നില്ല, പക്ഷെ എനിവേസ് സ്റ്റിമുലസ്. നമുക്ക് ഓരോ ഇമ്പൾസസ് ഉണ്ടാവുകയാണ്. നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു വാട്സാപ്പ് മെസ്സേജ്, അത് ചിലപ്പം ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് വിഷമം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്ന നമ്മൾ പറഞ്ഞ ഡോപ്പമിൻ ഹൈപ്പ് എന്ന് പറയത്തില്ല, നമ്മൾ പെട്ടെന്ന് നമുക്ക് ആങ്കർ, ഗ്രീഡ്, എൻവി, ഹാപ്പിനെസ് ഇതെല്ലാം നമുക്ക് ട്രിഗർ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോഴത്തേന് അവിടെ യുദ്ധം നടക്കുന്നു, ഇവിടെ ഇത്ര പേര് മരിച്ചു, ഇവിടെ ഭൂമി കുലുക്കം, അങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ട്രിഗർ ആവും. അപ്പോൾ ഇമോഷണൽ ബ്രെയിൻ ട്രിഗർ ആകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ അതിലേക്കുള്ള ആക്ടിവിറ്റി കൂടും. ആ പാട്ടിലേക്കുള്ള ആക്ടിവിറ്റി കൂടും. ആക്ടിവിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മറ്റ് സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ റാഷണൽ ബ്രെയിൻ, നമ്മൾ ചിന്തിക്കാനും നമ്മൾക്ക് ലോജിക്കലി ഉപയോഗിക്കാനും നമുക്ക് മറ്റുള്ള ക്രിയേറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ബ്രെയിൻ, അതിൻ്റെ ആക്ടിവിറ്റി കുറയും. അപ്പം നമ്മൾ ഇമോഷണലി കൂടുതൽ ആക്റ്റീവ് ആവും, നമുക്ക് ചിന്ത കുറയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ നോർമൽ എന്താ ആക്ടിവിറ്റിയെ അത് ബാധിക്കും. അപ്പോൾ അതാണ് ശരിക്കും പറയുന്നത്, ഇപ്പോഴത്തെ മോഡേൺ വേൾഡിൽ ഒരാൾ അദ്ദേഹത്തിന്റെ 15% പോലും അദ്ദേഹത്തിന്റെ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. കാരണം നമ്മൾ കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഇങ്ങനത്തുള്ള ഇമോഷണൽ കാര്യങ്ങൾ കൊണ്ടാണ്. അത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു വേൾഡിലാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ ഈ ചാൻറ്റിങ് അല്ലെങ്കിൽ ഈ ബ്രെയിൻ വേവ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡിയിലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ വൈബ്രേഷൻസ് ഉണ്ട്. നമ്മുടെ ഓരോ ഓർഗൻസും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഓൺ എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി. സ്പെഷ്യലി ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് നമുക്ക് പെർട്ടിക്കുലർ 4 തരത്തിലുള്ള ബ്രെയിൻ വേവ്സ് ഉണ്ടെന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ആൽഫ വേവ്സ്. ആൽഫ വേവ്സ് ആണ്, ബീറ്റ വേവ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ആക്റ്റീവ്ലി ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ബീറ്റ ഫ്രീക്വൻസിയാണ്. സെക്കൻഡ്ലി ആൽഫ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ മെഡിറ്റേഷൻ, നമ്മളെ കൂടുതൽ സോബറായി, കൂടുതൽ നമുക്ക് എന്താണ് ഫോക്കസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പീസ്ഫുൾ ആയിട്ട് നമുക്കിരിക്കാൻ നമുക്ക് എന്ത് പറ്റും? ഈ ആൽഫ ഫ്രീക്വൻസീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനിയെന്ന് പറയുന്നത് തേറ്റ. അതെന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുന്ന ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഡീപ്പ് മെഡിറ്റേഷൻ മോഡിലേക്കും ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്കും പോകുന്നതാണ് തേറ്റ. പിന്നെ ഡെൽറ്റ ഉണ്ട്. ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി സബ് കോൺഷ്യസ് ലെവലാവുന്നു. പ്രൈമറിലി നമുക്ക് ഈ മൂന്നും ആൽഫ അല്ലെങ്കിൽ ബീറ്റ, അതിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബീറ്റ എന്ന് പറയുന്നതാണ് കൂടുതൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജോലി ചെയ്യുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബീറ്റ വേവ്സ്, നമ്മുടെ ബീറ്റ ഫ്രീക്വൻസീസ് ആക്റ്റീവ് ആയിരിക്കും. ആൽഫ എന്ന് പറയുമ്പോൾ നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, അപ്പോഴാണ് നമ്മുടെ ആൽഫ ഫ്രീക്വൻസി. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് കൂടുതലും ലോ ഫ്രീക്വൻസിയാണ്, വിച്ച് ഇസ് 8 തൊട്ട് 17, ഏകദേശം 8 തൊട്ട് 12 വരെ ഹേർട്സ് ഫ്രീക്വൻസിയിലാണ് ആൽഫ ചെയ്യുന്നത്. അപ്പം നമ്മൾ
ഈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ ആ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ, ആ അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസിയും നമ്മുടെ ഹാർട്ടിന്റെ ഫ്രീക്വൻസിയും മാച്ച് ആവും എന്നാണ് പറയുന്നത്. ഇത് സയന്റിഫിക് സ്റ്റഡിയാണ്. ഒരുപാട് റിസർച്ച് ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ നോക്കിക്കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ്, ഒരുപാട് സ്റ്റഡീസ്, ഒരുപാട് ഇതിനെക്കുറിച്ച് റിസർച്ചസ് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ചാൻറ്റിങ് അല്ലെങ്കിൽ മന്ത്ര മെഡിറ്റേഷൻ, എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ എന്താ പറയുക ഹാർട്ടിനെയും നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഈ നമ്മൾ പറഞ്ഞല്ലോ, ഈ രണ്ട് സൈഡ് ഓഫ് ബ്രെയിൻസ്, ഒന്നാണ് ഇമോഷണൽ, ഒന്ന് റാഷണൽ. അപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെ ഇമോഷണൽ കാര്യങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആവുമ്പോൾ നമുക്ക് മറ്റുള്ള സൈഡിലുള്ള ബ്രെയിനിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ചാൻറ്റിങ് വഴി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഈ നമ്മുടെ ഈ ആൽഫ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ അറ്റ്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസിനെ നമ്മൾ പതുക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് പറ്റും, നമ്മുടെ മറ്റേ ഇമോഷണൽ സൈഡിലുള്ള ആക്ടിവിറ്റി, ബ്രെയിനിന്റെ ആക്ടിവിറ്റി പതുക്കെ എന്ത് പറ്റും, നമ്മുടെ റാഷണൽ സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പറയുന്നത് അല്ലേ. എന്നാലും ചോദിച്ച സീസോ ആകുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഈ രണ്ട് സൈഡിലും ഒന്നിലേക്ക് വെയിറ്റ് കൂടുമ്പോൾ മറ്റേ ഇതങ്ങ് താഴും, മറ്റേത് വെയിറ്റ് കുറയുമ്പോൾ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇറ്റ്സ് ബാലൻസ്ഡ് അല്ലേ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു ഹെൽത്തി പേഴ്സന്റെ വെയിറ്റ് ബ്രെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും ബാലൻസ്ഡ് ആയിരിക്കും, സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ചാൻറ്റിങ് ചെയ്യുമ്പോൾ, നമ്മൾ മന്ത്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ ഫ്രീക്വൻസി, നമ്മുടെ ആൽഫ ഫ്രീക്വൻസി നമ്മൾ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുവഴി എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിലുള്ള എന്താ ഈ ആക്ടിവിറ്റീസ് അല്ലേ, അത് നമ്മൾ കൺട്രോൾ ചെയ്യുകയും അതുവഴി എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു, ടു ദ റാഷണൽ സൈഡ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി റാഷണൽ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമുക്ക് കൂടുതൽ ലോജിക്കലി ചിന്തിക്കാൻ പറ്റും, കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ പറ്റും, നമ്മൾ കൂടുതൽ ഇമോഷണലി സ്റ്റേബിൾ ആവാൻ പറ്റും അല്ലേ. അപ്പൊ അത് തന്നെയല്ലേ നമ്മുടെ മന്ത്ര ചെയ്യുന്നത്. മന്ത്ര എന്ന് പറയുന്നതാണ് മന ത്രായത്തെ ഇതി മന്ത്ര. എന്താ ചെയ്യുന്ന, മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ മൈൻഡ് മനസ്സ് നമ്മൾ ചാൻഡ് ചെയ്യുമ്പോഴത്തേന് ഉള്ളിലുള്ള ഫ്രീക്വൻസി അറ്റ്യൂൺ ചെയ്യുന്നു. അറ്റ്യൂൺ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിനെ ഫ്രീക്വൻസി നമ്മൾ പഴയ റേഡിയോ കണ്ടിട്ടില്ലേ, നമ്മൾ ആ ഫ്രീക്വൻസി ശരിക്കും ട്യൂൺ ആവുമ്പോഴേ ആ സിഗ്നൽ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെ. ആ റിസീവർ, എന്താ ആ റേഡിയോയുടെ റിസീവർ നമ്മൾ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ എന്ത് പറ്റുന്നുള്ളൂ, നമുക്ക് ആ റേഡിയോ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സെയിം തിങ് ഹിയർ. ആ നമ്മുടെ മൈൻഡിനെ നമ്മൾ ആ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ആ സൗണ്ട് വഴി നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ ആൽഫ ഫ്രീക്വൻസീസ് ആക്ടിവേറ്റ് ആവുകയും ബ്രെയിനിന്റെ ഫങ്ഷൻ പ്രോപ്പർലി സിങ്ക്രണൈസ് ആവുകയും ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ അതല്ലേ നമ്മൾ പറയുന്നത്, എപ്പോഴും പറയാറില്ലേ, ഉറക്ക ചാൻഡ് ചെയ്യണം, കേൾക്കുന്ന രീതിയിൽ ചാൻഡ് ചെയ്യണം. ചാൻഡ് ചെയ്യുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഈ വോക്കൽ കോഡ് ഒരു വാഗസ് നെർവ് എന്ന് പറഞ്ഞ ഒരു നെർവ് ഉണ്ട്, ഒരു ഞരമ്പ്, ഒരു നെർവ്, ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ വാഗസ് നെർവ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റിനെയും നമ്മുടെ ബ്ലഡ് പ്രഷറിനെയും കൺട്രോൾ ചെയ്യുന്നു. ഈ വാഗസ് നെർവാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റിക്കും എനർജി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ആക്ടിവിറ്റിക്കും എനർജി കൊടുക്കുന്ന നെർവാണ് വാഗസ് നെർവ്. ഈ വാഗസ് നെർവ് ആക്ടിവേറ്റ് ആവുകയും, കാരണം ഈ ചാൻഡിങ് വഴി എന്താ പറ്റുന്നത്, ഈ വാഗസ് നെർവ് ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും കൺട്രോൾഡ് ആവുകയും ചെയ്യുന്നു പറയുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹാർട്ട് റേറ്റിനെയും നമ്മുടെ ബ്ലഡ് പ്രഷറിനെയും കൺട്രോൾ ആവുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാൻഡ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ പ്യൂരിഫിക്കേഷൻ സംഭവിക്കുന്നു. ഒരു തേർഡ് പോയിന്റ് ഉണ്ടായിരുന്നു, ഞാൻ അത് മറന്നുപോയി. എനിവേസ്, അപ്പോൾ നമ്മുടെ ഹാർട്ടിനെ, ബോഡിയെയും അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ചാൻറ്റിങ് ചെയ്യുമ്പോൾ, മഹാമന്ത്രം ജപിക്കുമ്പോഴത്തേന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് ഓട്ടോമാറ്റിക്കലി ഇത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഈ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയും നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റിയും
കൺട്രോൾഡ് ആവുകയും ചെയ്യുന്നത്. അതിനോടൊപ്പം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ പ്യൂരിഫിക്കേഷനും സംഭവിക്കുന്നു. അല്ലെ, മഹാമന്ത്രം ജപിക്കുമ്പോൾ അത് നമ്മൾ കേട്ടിട്ടില്ലേ, ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധുനോതി സുഹൃത് സദാം. നമ്മൾ നാമം ജപിക്കുമ്പോൾ എന്താ, അത് പുണ്യശ്രവണ കീർത്തനം എന്നാ പറയുന്നത്. അല്ലെ, പുണ്യശ്രവണ കീർത്തനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ആ, നാമം അല്ലെങ്കിൽ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ നമ്മൾ ജപിക്കുമ്പോൾ അത് പുണ്യശ്രവണമാകുന്ന പറയുന്നത്. അത് പ്യൂരിഫൈങ് ഫോഴ്സ് ആണ്. അത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും അറിയുന്നില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഇന്റേണലി അത് പോയിട്ട് ഹൃദയന്തസ്ഥ ഹി അഭദ്രാണി. അഭദ്രാണി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള അഴുക്കുകളും, അല്ലെ, ഇന്നബിലിറ്റീസ്. അഭദ്രാണി വിധുനോതി. വിധുനോതി എന്ന് പറയുന്നത് കഴുകുക, നന്നായിട്ട് തേച്ചൊരച്ച് കഴുകുക. ചാൻഡിങ് ചെയ്യുകയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ നാമം ജപിക്കുമ്പോഴത്തേന് അത്രയും സമയം നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, അപ്പൊ എന്താ ചെയ്യുന്നത്, ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ സംഭവിക്കുന്നു എന്നാ പറയുന്നത്. അല്ലെ, ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മുടെ നമ്മുടെ എക്സിസ്റ്റൻസ്, ആ സത്വശുദ്ധം എന്ന് പറയുന്നില്ലേ, നമ്മുടെ ഈ എക്സിസ്റ്റൻസ് തന്നെ പ്യൂരിഫൈഡ് ആവും. ആ എക്സിസ്റ്റൻസ് പ്യൂരിഫൈഡ് ആകുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാനുള്ള പാത ക്ലിയർ ആവും എന്നാ പറയുന്നത്. അല്ലെ, അപ്പൊ നോക്കൂ എന്തുമാത്രം സയന്റിഫിക് ആണ് നമ്മുടെ ചാൻഡിങ്. നോക്കൂ, ഒന്നെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ചാൻഡിങ് നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ഇമോഷണൽ കൺട്രോളിനെയും നമ്മുടെ ബോഡിയുടെ ഹാർട്ട് റേറ്റിനെയും ബ്ലഡ് പ്രഷറിനെയും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ചാൻറ്റിങ് ഹെൽപ്പ് ചെയ്യുന്നെന്ന് നമ്മൾ നോക്കി. അല്ലെ, ഇനിയൊരു കാര്യം നമ്മൾ സയന്റിഫിക്കലി ഞാൻ കേട്ടിട്ടുള്ളത്, അല്ലെ ഞാൻ വായിച്ചത്, അതായത് നമ്മൾ ഈ ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബ്രെയിനിൽ ഒരു ഗ്രേ മാറ്റർ ഉണ്ട്. അതില് അത് എന്താ ചെയ്യുന്നത്, അത് കൂടുതൽ മെമ്മറിയും അത് കൂടുതൽ ലോജിക്കൽ തിങ്കിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. ഈ ഗ്രേ മാറ്റർ ഡെവലപ്പ് ചെയ്യാനും സോളിഡിഫൈ ചെയ്യാനും ഈ ചാൻഡിങ് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ 32 സിലബിൾ മന്ത്രം, അല്ലെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഈ നമ്മുടെ ബ്രീത്തിങ്, അല്ലെ, ഇതാണ് മൂന്നാമത്തെ കാര്യം. ഞാൻ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ബ്രീതിങ്. നമ്മൾ ശരിക്കും നാമം കൃത്യം ഒരു പാറ്റേണിൽ ജപിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ, ഇത് ഒറ്റ ബ്രത്താണ്. അല്ലെ, അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നോർമലി 2 or 3 തവണ നമ്മൾ ശ്വാസം എടുക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ പാറ്റേൺ, ഈ ഒരു ഫ്രീക്വൻസിയിൽ, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെത്ത് കൺട്രോൾഡ് ആവും. അല്ലെ, ബ്രെത്ത് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് പ്രാണയാണ്, നമ്മുടെ പ്രാണൻ. അല്ലെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എത്ര ശ്വാസം നമ്മൾ എടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അല്ലെ, നമ്മൾ കേട്ടിട്ടില്ലേ ഈ ടോട്ടോസ് ആമ ഏകദേശം 100 വർഷം 150 വർഷത്തോളം ജീവിക്കുന്ന പറയുന്നത് ഇപ്പോഴും. കാരണം എന്താണ്, അത് ഒരു മിനിറ്റിൽ 3 or 4 തവണയെ ശ്വസിക്കുള്ളൂ. പക്ഷേ ഒരു നായ അത് എപ്പോഴും ഇങ്ങനെ ഹഫിങ്, എപ്പോഴും ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കും. അല്ലെ, എപ്പോഴും ശ്വാസം എടുക്കുന്നതുകൊണ്ട് എന്താ, അതിന്റെ ഡ്യൂറേഷൻ എപ്പോഴും ചിലപ്പോൾ 10 വർഷം അല്ലെങ്കിൽ 15 വർഷമായിരിക്കും. അല്ലെ, സെയിം തിങ് ഒരു മനുഷ്യൻ നോർമലി ഒരു മിനിറ്റിൽ ഏകദേശം 12 to 20 ശ്വാസം വരെ എടുക്കും ഒരു മിനിറ്റിൽ. നമ്മൾ നാമം ജപിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പാറ്റേണിൽ, ഇപ്പൊ നമ്മൾ കേട്ടില്ലേ ശ്രീല പ്രഭുപാദ് ചാൻഡ് ചെയ്യുന്നത്, കൃത്യം പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 7 മിനിറ്റിൽ നമ്മൾ ചാൻഡ് ചെയ്യുകയാണ്, ഒരു റൗണ്ട് ചാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മിനിറ്റിൽ ഏകദേശം 5 to 12 വരെ നമ്മൾ നാമം ജപിക്കുകയുള്ളൂ. ബ്രീത്ത് എടുക്കുകയുള്ളൂ. അല്ലെ, നമ്മുടെ ശ്വാസം എടുക്കുകയുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇന്ന വേ നമ്മൾ അത് നമ്മുടെ ബ്രീതിങ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രാണായാമം കൂടി ചെയ്യുകയാണ്. അല്ലെ, നാമം ജപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മൾ മൈൻഡ് കൺട്രോൾ ആവുന്നു, നമ്മുടെ ബ്രെയിൻ സ്റ്റെബിലൈസ്ഡ് ആവുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാണായാമം കൂടെ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലോഞ്ചിവിറ്റി, നമ്മുടെ എന്താ ലോഞ്ചിവിറ്റിക്ക് എന്താ പറയുന്നത്, ആയുസ് കൂടാനും അത് സഹായിക്കും. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ സയന്റിഫിക് ബേസിസ് ആണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നാമജപം എന്ന് പറയുന്നത് നോൺ സയന്റിഫിക് ആണ്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെ, നാമജപം ആയിക്കോട്ടെ, അധ്യയനം ആയിക്കോട്ടെ, ഭാഗവതം ഭഗവത്ഗീത പഠിക്കുന്നതായിക്കോട്ടെ, പ്രസാദത്തിന് തന്നെ ഇനി സെപ്പറേറ്റ് ഒരു സെഷൻ നമുക്ക് പറയാൻ പറ്റും. അല്ലെ, ഇതെല്ലാം വളരെ സയന്റിഫിക് ആണ്, നമ്മുടെ ജീവിതത്തിൽ വളരെ ഇന്റഗ്രൽ പാർട്ടാണ്.
നമ്മൾ അതുവഴി നമ്മൾ കൃത്യമായി നാമം ജപിക്കുന്ന വഴി നമ്മൾ അറിയാതെ തന്നെ എന്തെല്ലാം ബെനിഫിറ്റ് ആണ് നമുക്ക് സംഭവിക്കുന്നത് നോക്കൂ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഉള്ളിലുള്ള ഈ അഭദ്രാണി എല്ലാ നമ്മുടെ അഴുക്കുകളും മാറി തിരിച്ച് ഭഗവാന്റെ അടുത്ത് തിരിച്ച് ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഏറ്റവും പരമമായ ആ ഒരു കർമ്മവും കൂടി അതുവഴി നമ്മൾ ചെയ്യുന്നു എന്നാണ് നാമജപം കൂടി ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഡിഫറെന്റ് തോട്ട് അല്ലേ, നാമജപത്തിനെ നമുക്കൊരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവോടെ എങ്ങനെ കാണാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ ഭക്തന്മാരോടും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും നാമം ജപിക്കുക. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കും നാമം ജപിക്കാനും ഭഗവാന്റെ തിരുനാമത്തിൽ രുചി ഉണ്ടാകാനും പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ.